ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെസിപ്പി മലബാറിക്കസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയായ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് വെളുത്ത അവിൽ വേണം. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി വേണം. അരക്കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ ഒരു മുട്ടയും വേണം. നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം പഴം കട്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഇത് ഉടഞ്ഞു കിട്ടും. കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ പഴം നമുക്ക് ഉടച്ചെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പം പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പഴമെല്ലാം ഒന്ന് നന്നായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരു പാനിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇവിടെ നെയ്യ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് കട്ട് ചെയ്ത പഴമെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്നാക്കിന് അത്യാവശ്യം പഴുത്ത പഴം തന്നെ വേണം. പിന്നെ വേണ്ടത് ഇത് നെയ്യ് തന്നെ ഒന്ന് വഴറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഏതെങ്കിലും സ്പൂണ് വെച്ചിട്ടോ ഒന്ന് ഉടച്ചു കൊടുക്കാൻ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉടഞ്ഞ് വരും. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു നേന്ത്രപ്പഴം അത്യാവശ്യം പഴുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം മധുരവും ഉണ്ട്. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ഷുഗറെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ പഴം അത്യാവശ്യം ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്പൂണ് ഇതുപോലെ തന്നെയുള്ള ഒരു സ്പാച്ചിലോ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. അപ്പോൾ ഈ പഴം അത്യാവശ്യം പഴുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം ഇതുപോലെ തന്നെ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പഴവും പഞ്ചസാരയെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു അരക്കപ്പ് വെളുത്ത അവിലാണ്. എൻ്റെ കയ്യിൽ വെളുത്ത അവിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ അവിലായാലും ഒരു കുഴപ്പമില്ല. അപ്പം ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അവിലും പഴവും പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള നട്ട്സ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ പ്രത്യേകം ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു സ്നാക്കിന്. അപ്പം അവിലും പഴവും പഞ്ചസാരയെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 2 പഴത്തിന് അരക്കപ്പ് മതിയാവും. അപ്പം ചൂടുള്ള സമയത്ത് തന്നെ ഗോതമ്പ് പൊടി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്നാക്കിന് ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചൂടുള്ള സമയത്ത് തന്നെ ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ടു. അപ്പം നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ സ്നാക്കിൽ ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് തന്നെ നല്ലോണം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പം നല്ല ഹെൽത്തി സ്നാക്കാണ്, മൈദയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമൊന്നും ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ മിക്സിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ അതിന് ഇത് മാറ്റി വെക്കാം. ഒരു 2-3 മിനിറ്റ് മാറ്റി വെച്ചാൽ തന്നെ ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടും. അപ്പം നമുക്കൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചൂടൊന്ന് മാറിയിട്ടുണ്ട്. വെള്ളം ചൂടുള്ള സമയത്ത് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം, എന്നാലേ കറക്റ്റ് മിക്സായിട്ട് വരും. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള ആ ഒരു ബാറ്റർ തയ്യാറാക്കണം ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ആട്ട ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഞാനിപ്പോൾ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ ഒരു മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആട്ട മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടേൻ്റെ ആ ഒരു മിക്സിലും ഇത് ഡിപ്പ് ചെയ്യണം. അപ്പോൾ മുട്ടയെല്ലാം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആട്ടേൻ്റെ മിക്സും മുട്ടേൻ്റെ ആ ഒരു മിക്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. നിങ്ങളെ ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിലും ഇത് റെഡിയാക്കാവുന്നതാണ്. അപ്പം
ഞാനിപ്പം കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ്. അപ്പം ഇനി ഇത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ഒന്ന് ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പം ആദ്യം ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിപ്പം ഈ ഒരു ഷേപ്പിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ 2 നേന്ത്രപ്പഴത്തിൽ നിന്ന് ഇത്രയും സ്നാക്ക് ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൈദ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മുട്ടേൻ്റെ ആ ഒരു മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം, ഒന്ന് റോൾ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ സ്നാക്കും ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഞാനൊരു കടായിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മീഡിയം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പം ഇതൊന്ന് മീഡിയം ഫ്ലെയിമുള്ള സമയത്ത് മാത്രം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഇത് ഇപ്പോൾ ഞാൻ അറ്റ് എ ടൈം 3 എണ്ണം ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഇത് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. ഷാലോ ഫ്രൈ ചെയ്താൽ ഒരു അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഉള്ളെല്ലാം നല്ലോണം വെന്തുകൊണ്ട് തന്നെ പുറമേയുള്ള ആ ഒരു നമ്മളെ ആ ഒരു കോട്ടിങ്ങെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളൂ, ഫ്രൈ ആയിട്ട് വരാനുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഏകദേശം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണേൻ്റെ അകത്തുനിന്ന് മാറ്റാം. അപ്പം തിരിച്ച് മറിച്ച് വിട്ടിട്ടെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എണ്ണേൻ്റെ അകത്തുനിന്ന് മാറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സ്നാക്ക് കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് അവിലും പഴമെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശക്കൊന്നുമില്ല കഴിച്ചു കഴിഞ്ഞാൽ. ഈ സ്നാക്ക് പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വഴറ്റുന്ന സമയത്ത് നെയ്യിൽ തന്നെ വഴറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഡ്രൈ നട്ട്സ് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.